മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംവാദത്തിന് തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്ഥലവും തീയതിയും അറിയിച്ചാൽ സംവാദത്തിനായി അവിടെ എത്തുമെന്നാണ് സതീശന്റെ വാദം. നേരത്തെ വി.ഡി. സതീശനെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവും വി.ഡി. സതീശനുണ്ട്. എന്നാൽ ആരോഗ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് ക്ഷണിച്ചതിന് അത് നിരസിച്ച് ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിക്കേണ്ട കാര്യം എന്താണെന്നാണ് സതീശനോടുള്ള പൊതുജനാഭിപ്രായം. ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശനെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വെല്ലുവിളിച്ചത്. ഇതേപോലെയൊരു വെല്ലുവിളി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് മുമ്പ് നടത്തിയിരുന്നു. അന്നും വി.ഡി. സതീശൻ ഇതുപോലെ ഉഡായിപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു വകുപ്പിനെ താറടിച്ചു കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചാൽ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ് മറുപടി നൽകുക. അതിനാണ് ഓരോ വകുപ്പും ഓരോ മന്ത്രിമാരുടെ കീഴിലാക്കിയിരിക്കുന്നത്. പണ്ട് തോമസ് ഐസക്കുമായി സംവാദത്തിന് പോയി പെട്ടുപോയ ആളാണ് സതീശൻ എന്ന കാര്യവും പൊതുജനം മറന്നിട്ടില്ല. ഉപദേശികൾ എഴുതി കൊടുക്കുന്നത് വായിക്കാനും കവലപ്രസംഗം നടത്താനും മാത്രം അറിയുന്നവർ സംവാദത്തിന് വരുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന കമന്റുകൾ പറയുന്നത്. കേരളത്തിലെ സർവകലാശാലകൾ കുളമാക്കിയതിൽ ഗവർണർക്കും സർക്കാരിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും കേരളത്തിലെ ഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളിലും വിസിമാരില്ലെന്നും ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിൽ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാലകളെ രാഷ്ട്രീയ നാടകവേദിയാക്കി മാറ്റരുതെന്നും കുട്ടികളുടെ ഭാവി മറന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും സർവകലാശാലകളെ AKG സെന്ററിന്റെ ഡിപ്പാർട്ട്മെന്റുകളാക്കി മാറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ UDF LDF കാലത്ത് ആരോഗ്യ മേഖലയിലുണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ച് ഒരു സംവാദം നടത്തണമെന്നായിരുന്നു വീണ ജോർജിന്റെ ആവശ്യം. സംവാദത്തിൽ കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കണമെന്നും അവർ വി.ഡി. സതീശനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിലാണ് വി.ഡി. സതീശന്റെ ഇപ്പോൾ വന്ന മറുപടി.